ഹലോ ഫ്രണ്ട്സ്, ഗുരുദീപ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ സന്തോഷ് സാഹ്നി എഴുതിയ ഗുൽമോഹർ കാ ജന്മദിൻ എന്ന കഹാനിയുടെ 4ാം ഭാഗമാണ് നമ്മൾ ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്? മീന കെ ഘർ കെ ബഗീചെ മേ ഗുൽമോഹർ കാ ജന്മദിൻ മനായ ജാത്താ ഹെ. മീനയുടെ വീടിൻ്റെ പൂന്തോട്ടത്തിൽ അവൾ അവളുടെ ഗുൽമോഹർ വൃക്ഷത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവുകയാണ്. അവൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയപ്പോൾ എന്താണ് അവിടെ അവൾ ആരെയൊക്കെ ക്ഷണിച്ചു? മീനാക്കി സഹേലിയാം ഉപഹാർ ലേക്കറായി ഹേം അല്ലേ? മീനയുടെ കൂട്ടുകാരികൾ ഗിഫ്റ്റുമായിട്ട് എത്തുകയാണ്. അവിടം വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. മീനയുടെ സഹേലിയാമിൻ്റെ പേരൊക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? എന്തൊക്കെയായിരുന്നു? നിർമ്മൽ, ചമ്പ, കുൽവന്ത്, പുഷ്പ, നസീംബാനു ഓർ ഷീല അല്ലേ? ഇത്രയും പേരായിരുന്നു മീനയുടെ സഹേലിയാം കൂട്ടുകാരികൾ അല്ലേ? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഇന്ന് മീന ആ സുഹൃത്തുക്കളെ എല്ലാം കൂട്ടി അവളുടെ ബഗീജ, അവളുടെ പൂന്തോട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെ നടക്കുന്ന സംഭാഷണമാണ് ഇന്നത്തെ, അതായത് പേജ് നമ്പർ 13 നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പേജ് നമ്പർ 13, അതായത് പേജ് നമ്പർ 13 ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇന്നത്തെ കഹാനി ഒന്ന് വായിച്ചു നോക്കാം. जन्मदिन की बधाई हो गुलमोहर, निर्मल ने हंसकर कहा. मीना, अब बताओ गुलमोहर का जन्मदिन क्यों मना रही हो? निर्मल ने पूछा. यह बेचारा पिछले रविवार को ही काटा जाने वाला था, मीना बोली. क्यों? क्योंकि इस पर फूल नहीं आ रहे थे. 6 साल पहले घर तैयार हो जाने के बाद माँ ने बगीचा लगवाया, हरी घास लगवाई, फूलों की क्यारियाँ बनवाई, अमरूद, आम और गुलमोहर के 2-2 पौधे लगवाए. एक में से लाल और दूसरे में से पीले रंग के फूल निकलने चाहिए थे. पेड़ लगने के कुछ साल बाद एक में से पीले रंग के फूल निकल आए, लेकिन इस पेड़ पर 14 साल भी फूल नहीं आए. अच्छा तो फिर? निर्मल ने पूछा. അപ്പോൾ നമ്മൾ അത്രയും ഭാഗം ഒന്ന് വിശദമായിട്ട് പഠിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ജന്മദിൻ കി ബധായി ഹോ ഗുൽമോഹർ. ജന്മദിന ആശംസകൾ. ബധായി, ആശംസകൾ. പുതിയൊരു വാക്ക് പഠിച്ചു. ബധായി എന്ന് പറഞ്ഞാൽ ആശംസ. ജന്മദിൻ കി ബധായി ഹോ ഗുൽമോഹർ, പിറന്നാൾ ആശംസകൾ ഗുൽമോഹർ. നിർമ്മൽ നെ ഹസ്കർ കഹ. നിർമ്മൽ ചിരിച്ചുകൊണ്ടാണ്, ഹസ്കർ ചിരിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത്. മീന, अब बताओ गुलमोहर का जन्मदिन क्यों मना रही हो? निर्मल ने पूछा. മീന, ഇനി പറഞ്ഞാട്ടെ. മീന, അബ് ബതാവോ, ഇപ്പോൾ പറഞ്ഞാലും. ഗുൽമോഹർ കാ ജന്മദിൻ, ഗുൽമോഹർ മരത്തിൻ്റെ ജന്മദിനം. ക്യോ മനാ രഹി ഹോ, എന്തിനാണ് ആഘോഷിക്കുന്നത്? നിർമ്മലിനെ പൂച്ച, നിർമ്മൽ ചോദിച്ചു. എഹ് ബേച്ചാര പിച്ഛ്ലെ രവിവാർ കോ ഹി കട്ടാ ജാനെ വാലാ താ, മീന ബോലി. അപ്പോൾ നിർമ്മലിൻ്റെ ചോദ്യം കേട്ടപ്പോൾ മീന അതിൻ്റെ ഒരു ഉത്തരം പറയുകയാണ്. എഹ് ബേച്ചാര, ഈ പാവത്തിനെ, പിച്ഛ്ലെ രവിവാർ കോ ഹി കട്ടാ ജാനെ വാലാ താ, കഴിഞ്ഞ ഞായറാഴ്ച, കഴിഞ്ഞ സൺഡേയിൽ അതിനെ മുറിക്കാൻ തുടങ്ങിയതാണ്. അതിനെ, ആ ഗുൽമോഹർ വൃക്ഷത്തിനെ മുറിച്ചു മാറ്റാൻ ആലോചിച്ചതാണ്. മീന ബോലി, മീന പറഞ്ഞു. ക്യോം, അപ്പോൾ ക്യോം, ആരായിരിക്കും ക്യോം എന്ന് ചോദിച്ച്? എന്തിന്? ഈ കഹാനി കേട്ടുകൊണ്ടിരിക്കുന്ന നിർമ്മലായിരിക്കും, അല്ലെങ്കിൽ അവളുടെ മറ്റ് ഫ്രണ്ട്സിൽ ആരെങ്കിലും ആയിരിക്കാം അങ്ങനെ ചോദിച്ചത്. ക്യോം, എന്തിന്? ക്യോം കി ഇസ് പർ ഫൂൽ നഹി ആ രഹേ ദേ, എന്തുകൊണ്ടെന്നാൽ ഇതിൽ ഫൂൽ നഹി ആ രഹേ ദേ, പൂവ് ഉണ്ടാകുന്നതേ ഇല്ലായിരുന്നു. ഒരു ഗുൽമോഹർ വൃക്ഷം, അവൾ സ്നേഹിച്ച് നട്ടുവളർത്തിയ ഗുൽമോഹർ വൃക്ഷമായിരുന്നു. വർഷങ്ങളായിട്ടും അതിൽ ഫൂൽ നഹി ആ രഹേ ദേ, പൂ ഉണ്ടാകുന്നതേ ഇല്ലായിരുന്നു. 6 साल पहले घर तैयार हो जाने के बाद माँ ने बगीचा लगवाया. അപ്പോൾ 6 വർഷം മുമ്പത്തെ കഹാനിയാണ് ഇപ്പോൾ മീന പറയുന്നത്. ആരോട് പറയുന്നു? അവളുടെ ഫ്രണ്ട്സിനോട്. 6 साल पहले, 6 വർഷം മുമ്പ്, ഘർ തയ്യാർ ഹോ ജാനെ കെ ബാദ്, പുതിയ വീട് ഉണ്ടാക്കിയതിന് ശേഷം, പുതിയ വീടിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം, മാനെ ബഗീജ ലഗ്വായ, അമ്മ ഒരു ബഗീജ, ഒരു ഗാർഡൻ ഉണ്ടാക്കി, ഒരു ഗാർഡൻ സെറ്റ് ചെയ്തു. ഹരി ഘാസ് ലഗ്വായി, ഫൂലോങ്കി ക്യാരിയാം ബൻവായി, അപ്പോൾ
ഒരു ഗാർഡൻ നിർമ്മിച്ചപ്പോൾ അവിടെ എന്തൊക്കെ ചെയ്തു? ഹരി ഘാസ് ലഗ്വായി, അല്ലേ? പച്ച പുൽത്തകിടി, പച്ച പുല്ല് വെച്ച് പിടിപ്പിച്ചു, പുൽത്തകിടി വെച്ച് പിടിപ്പിച്ചു. ഹരി ഘാസ് എന്ന് വെച്ചാൽ പച്ചപ്പുല്ല്. ഫൂലോങ്കി ക്യാരിയാം ബൻവായി, പൂക്കൾ ചെടി നടാൻ വേണ്ടി, ചെടികൾക്ക് വേണ്ടിയുള്ള തടങ്ങൾ, ക്യാരിയാം തടങ്ങൾ നിർമ്മിച്ചു. അമ്രൂദ്, ആം ഓർ ഗുൽമോഹർ കെ ദോ ദോ പൗധേ ലഗ്വായെ, പിന്നെ കുറച്ച് വൃക്ഷത്തൈകൾ, ചെറിയ തൈകൾ കൊണ്ട് നട്ടു. ഏതൊക്കെ വൃക്ഷത്തിൻ്റെ തൈകളായിരുന്നു നട്ടത്? അമ്രൂദ്, ആം ഓർ ഗുൽമോഹർ. അമ്രൂദ് എന്താണ്? അമ്രൂദ് എന്ന് വെച്ചാൽ പേരയ്ക്ക, പേരമരം. ആം എന്ന് വെച്ചാൽ മാവ്, മാംഗോ ട്രീ. ഓർ ഗുൽമോഹർ കെ ദോ ദോ പൗധേ ലഗ്വായി, 2 ഗുൽമോഹർ, 2 വാഗമരത്തിൻ്റെ ചെറിയ തൈച്ചെടി അവിടെ കൊണ്ടു വെച്ചു. एक मेम से लाल और दूसरे मेम से पीले रंग के फूल निकलने चाहिए थे. അപ്പോൾ 2 ഗുൽമോഹർ വൃക്ഷത്തിൻ്റെ തൈച്ചെടി കൊണ്ടുവച്ചപ്പോൾ അതിൽ ഒന്നിൽ വലുതാകുമ്പോൾ ഒന്നിൽ ചുമപ്പും ഒന്നിൽ മഞ്ഞപ്പൂവും ഉണ്ടാകുന്ന വാഗമരത്തിൻ്റെ തൈയാണ് കൊണ്ടുവച്ചത്. एक मेम से लाल, ഒരെണ്ണത്തിൽ ചുവപ്പ്. ഓർ ദൂസരെ മേം സേ, മറ്റ് വേറൊരു തൈ നിൽക്കുന്നതിൽ പീലേ രംഗ, പീല എന്ന് വെച്ചാൽ യെല്ലോ കളർ, മഞ്ഞ കളറിലുള്ള പൂവ് ഉണ്ടാകുന്നതായിരുന്നു. അതിൻ്റെ തൈച്ചെടിയാണ് കൊണ്ടുവച്ചത്. पेड़ लगने के कुछ साल बाद एक मेम से पीले रंग के फूल निकल आए, लेकिन इस पेड़ पर 14 साल भी फूल नहीं आए. അപ്പോൾ എന്താണ് സംഭവിച്ചത്? മരമൊക്കെ വെച്ച് പിടിപ്പിച്ചു. മരം വെച്ച് പിടിപ്പിച്ചപ്പോൾ पेड़ लगने के कुछ साल बाद, മരം വെച്ച് പിടിപ്പിച്ചതിന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും एक मेम से पीले रंग के फूल निकल आए, लेकिन इस पेड़ पर 14 साल भी फूल नहीं आए. അപ്പോൾ മരം വെച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം एक मेम से पीले रंग के फूल, ഒരു മരത്തിൽ നിന്ന് ഒരു മഞ്ഞ കളറുള്ള പൂക്കളുണ്ടായി, അല്ലേ? ഒരു ചെടിയിൽ, ഒരു വാഗമരത്തിൽ മഞ്ഞ പൂക്കളുണ്ടായി. ഫുൽ നികലായേ ലേക്കിൻ ഈസ് പേഡ് പർ, പക്ഷെങ്കിൽ ഈ മരത്തിൽ 14 സാൽ ഭി ഫൂൽ നഹി ആയേ, 4 വർഷം കഴിഞ്ഞിട്ടും പൂക്കളൊന്നും വന്നില്ല. അച്ഛാ തോ ഫിർ നിർമ്മലിനെ പൂച്ച, കഷ്ടമായി പോയല്ലോ, കൊള്ളാമല്ലോ. എന്നിട്ട് അച്ഛാ തോ ഫിർ എന്ന് വെച്ചാൽ കൊള്ളാമല്ലോ. എന്നിട്ട് നിർമ്മലിനെ പൂച്ച, നിർമ്മലാണ് അത് ചോദിച്ചത്. നമുക്ക് അടുത്ത വരിയിലേക്ക് നോക്കാം. माम ने कहा, इस पेड़ को कटवा कर दूसरा लगवाते हैं, पर मैं इस पेड़ को बेहद चाहती थी. मैं सोचती इस पेड़ पर फूल तो नहीं आए, मगर इसके पत्ते और इसकी डालें कितनी सुंदर हैं, कितनी ठंडी ठंडी छाया देती है, और मेरे कमरे की खिड़की से यह कितना अच्छा लगता है. मैं सोचती इस पेड़ पर एक न एक दिन ज़रूर फूल आएंगे. माँ ने पक्का फैसला लिया था पेड़ कटवाने का. मैंने माँ से बड़े प्यार से कहा, माँ अगर अगली गर्मी में भी इस पर फूल नहीं आए तो आप बेशक इसे कटवा दीजिए. അപ്പോൾ ആ പാരഗ്രാഫിൻ്റെ ഒന്നുകൂടി വായിച്ച് നമ്മൾക്ക് അർത്ഥം മനസ്സിലാക്കാം. മാനെ കഹ, അമ്മ പറഞ്ഞു, ഈസ് പേഡ് കോ കട്വാക്കർ ദൂസര ലഗ്വാത്തേ ഹേം. അപ്പോൾ അമ്മ എന്താണ് പറഞ്ഞത്? ഈസ് പേഡ് കോ കട്വാക്കർ, ഈ മരം മുറിച്ച് കളയാം, അല്ലേ? കൂടെ അതിൻ്റെ കൂടെ തന്നെ എന്ന് വെച്ചാൽ പീലേ രംഗമുള്ള മരത്തിൽ പൂക്കളുണ്ടായി, പക്ഷേ ചുവന്ന പൂക്കളുണ്ടാകുന്ന ഈ മരത്തിൽ മാത്രം പൂവുണ്ടായില്ല. അതുകൊണ്ട് നമ്മൾക്കതിനെ വെട്ടിക്കളഞ്ഞിട്ട് ദൂസര ലഗ്വാത്തേ ഹേം, മറ്റൊന്ന് വെച്ച് പിടിപ്പിക്കാം. പർ മേ ഈസ് പേഡ് കോ ബഹുത് ചാഹത്തി തി, പക്ഷേ ഞാൻ ഈ മരത്തിനെ ബഹുത് ചാഹത്തി, ബഹുത് വളരെയധികം, ചാഹത്തി തി ആഗ്രഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ പറയാം. മേ സോച്തി, ഞാൻ ചിന്തിച്ചു. സോച്തി അല്ലേ, ചിന്തിക്കുക. ഞാൻ ചിന്തിച്ചു. മേ സോച്തി ഇസ് പേഡ് പർ ഫൂൽ തോ നഹി ആയേ, മഗർ ഇസ്കെ പത്തെ ഓർ ഇസ്കി ഡാലെ കിത്നി സുന്ദർ ഹേ. അപ്പോൾ ഇതിൽ പൂക്കളൊന്നും ഉണ്ടായില്ല, പക്ഷെങ്കിൽ മഗർ, പക്ഷേ
इसके പത്തെ ഓർ इसकी ഡാലേം ഇതിൻ്റെ ഇലകളും ഇതിൻ്റെ ഡാലേം ബ്രാഞ്ചസും കിത്നി സുന്ദർ ഹേ അല്ലേ, കിത്നി സുന്ദർ എത്രമാത്രം സുന്ദരമാണ്, എന്ത് മനോഹരമാണ് ഈ വാഗമരത്തെ കാണാൻ. കിത്നി ठंडी ठंडी छाया देती है और मेरे कमरे की खिड़की से कितना अच्छा लगता है അല്ലേ, എത്രമാത്രം തണുപ്പാണ് ഇതിൻ്റെ ഈ വാഗമരത്തിൻ്റെ ചുവട്ടിൽ നിന്നാൽ എന്ത് തണുപ്പ് തരുന്നുണ്ട്. അതുപോലെ തന്നെ और मेरे कमरे की खिड़की से ये कितना अच्छा लगता है. അപ്പോൾ മീനയുടെ റൂമിൻ്റെ ചേർന്നാണ് മേരെ കമരെ എന്ന് വെച്ചാൽ എൻ്റെ മുറിയുടെ മേരെ കമരെ എന്ന് വെച്ചാൽ മുറി, റൂമിൻ്റെ കിഡ്കീസേ റൂമിൻ്റെ ജനാലയിൽ കൂടി നോക്കുമ്പോൾ ഇഹ് കിത്ന അച്ചാ ലഗ്താ ഹെ എത്ര സുന്ദരമാണ് കാണാൻ. ആദ്യം നമ്മൾ ഈ ഗുൽമോഹർ കാ ജന്മദിൻ എന്ന കഹാനി പഠിച്ചു തുടങ്ങിയപ്പോൾ മീന അതിൻ്റെ ഗുൽമോഹർ വൃക്ഷത്തെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം, ജനാലയിലൂടെ നോക്കി നിൽക്കുന്ന ഒരു ചിത്രം ആണ് നമ്മൾ ഈ കഹാനി പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കണ്ടതല്ലേ. അപ്പോൾ മീനയുടെ ജനാലയിൽ കൂടി നോക്കുമ്പോൾ ഇത് കിത്ന അച്ചാ ലഗ്താ ഹെ ഇത് എത്രമാത്രം രസമായിട്ടാണ് തോന്നുന്നത്, എന്ത് മനോഹരമാണ് ഈ മരം. മേ സോച്തി ഞാൻ വിചാരിച്ചു, മീന പറയുകയാണ്, മീന കഥ കൂട്ടുകാരികളോട് പറയുകയാണ്. മേ സോച്തി ഞാൻ ആലോചിച്ചു, ഇസ് പേട് പർ ഏക് ന ഏക് ദിൻ ജറൂർ ഫൂൽ ആയെങ്കിൽ ഈ മരത്തിൽ ഏക് ന ഏക് ദിൻ എന്നെങ്കിലും ഒരു ദിവസമെങ്കിലും ജറൂർ ഫൂൽ ആയെങ്കിൽ തീർച്ചയായിട്ടും പൂവ് വരും. അവളുടെ വിശ്വാസമാണത്, അവൾ അത്രമാത്രം ആ വാഗമരത്തെ സ്നേഹിച്ചിരുന്നു. മാനെ പക്ക ഫേസ്ല ലിയാതാ അപ്പോൾ അമ്മ ഉറച്ച തീരുമാനമെടുത്തു. പക്ക ഫേസ്ല ഉറച്ച തീരുമാനം, ഫേസ്ല തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. പേട് കട്വാനേക്ക എന്തിനായിരുന്നു അമ്മ ഉറച്ച തീരുമാനമെടുത്തത്? മരം മുറിച്ചു കളയാനായിട്ട്. മേനെ മാസെ ബെഡെ പ്യാർസെ കഹ അപ്പോൾ അമ്മ മരം മുറിക്കാൻ തീരുമാനിച്ചു, പക്ക ഫേസ്ല ചെയ്തു. പക്ഷെങ്കിൽ ഞാൻ അമ്മയോട് മാസെ ബെഡെ പ്യാർസെ കഹ അമ്മയോട് വളരെയധികം അത്യധികമായ സ്നേഹത്തോടെ പറയുകയാണ്. മാ അഗർ അഗ്ലി ഗർമി മേ ഫി ഇസ് പർ ഭൂൽന ആയേ തോ ആപ് ബേശക് ഇസെ കട്വാ ദീജിയെ. അമ്മേ ഒരു ചാൻസും കൂടെ, ഒരൊറ്റ ചാൻസ് കൂടെ മതി. അമ്മ അടുത്ത ഗർമിയിലെ അടുത്ത വേനൽക്കാലത്തെ വേനൽക്കാലം ഇസ് പർ ഫൂൽ ന ആയേ തോ ഇതിൽ പൂവ് വന്നില്ലെങ്കിൽ ആ ബേശക് ഇസെ കട്വാ ദീജിയെ അമ്മേ ഒരു സംശയവുമില്ല, അമ്മ ഇത് മുറിച്ച് കളഞ്ഞോളൂ, എനിക്ക് ഒട്ടും വിഷമമില്ല. പക്ഷെങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം, അടുത്ത ഗർമി വരുന്നുണ്ട്, അടുത്ത വേനൽക്കാലം വരുന്നുണ്ട്. വേനൽക്കാലത്താണ് വാഗമരം സാധാരണയായിട്ട് പൂക്കുന്നത്. അപ്പോൾ അടുത്ത വേനൽക്കാലം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ എന്താ അമ്മേ? അവൾ വളരെയധികം അത്യധികമായ സ്നേഹത്തോട് അമ്മയോട് ആവശ്യപ്പെടുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് ഒന്ന് നോക്കാം. मैं चुपके इसे कुछ और पानी दे आती, किंतु इस गर्मी में भी इस पर कोई फूल नहीं खिला. इस पर मैं बहुत उदास थी. मैंने सोचा माँ इसको ज़रूर कड़वा देंगी. एक दिन माँ ने माली से कहा, इस गुलमोहर को काट दो और इसकी जगह पर दूसरा गुलमोहर लगाओ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മൾക്കത് വിശദമായിട്ടൊന്ന് നോക്കാം. മേ ചുപ്കെ ഇസെ കുച്ചോർ പാനി ദേ ആത്തി ഞാൻ രഹസ്യമായിട്ട് അതിൽ ആ വാഗമരത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു, ആരും കാണാതെ. കാരണം പൂക്കൾ ഉണ്ടാകാത്ത വാഗമരം വെട്ടാൻ അമ്മ മാലിയോട് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ എങ്കിലും എൻ്റെ ഒരു പ്രതീക്ഷയാണ്, അതായത് മീനയുടെ ഒരു പ്രതീക്ഷയാണ് അതിൽ എന്നെങ്കിലും പൂ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് ചുപ്കെ രഹസ്യമായി ഇസെ കുച്ചോർ പാനി ദേ ആത്തി അതിന് എന്നും വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു. കിന്തു ഇസ് ഗർമി മേം ഫി ഇസ് പർ കോയി ഫൂൽ നഹി ഖില. പക്ഷേ കിന്തു എന്നിരുന്നാലും ഇസ് ഗർമി മേം ഫി അല്ലേ, പക്ഷേ ഈ വേനൽക്കാലത്തും ഇസ് പർ കോയി ഫൂൽ നഹി ഖില ഈ വേനൽക്കാലത്തും ഇതിൽ ഒരു പൂ പോലും, കോയി ഫൂൽ ഒരൊറ്റ പൂ പോലും
നഹി ഖില ഉണ്ടായില്ല, ഖില വിരിയുക, നഹി ഖില വിരിഞ്ഞില്ല. ഇസ് പർ മേ ബഹുത് ഉദാസ് തി. അപ്പോൾ നമ്മൾക്ക് അവൾ അത് പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. എന്താണ് മനസ്സിലായത്? അവൾക്ക് അതിൽ വളരെ വിഷമം വന്നു. പ്രതീക്ഷിച്ച് എന്നും ആരും കാണാതെ കുറച്ച് വെള്ളം ഒഴിക്കും, അതിനെ സ്നേഹിച്ചു. ഒരു പൂ ഉണ്ടായിരുന്നെങ്കിൽ. എന്തിനാണ് അവൾ വെള്ളം ഒഴിക്കുന്നത്? ഒരു പൂ ഒരൊറ്റ പൂവെങ്കിലും ഉണ്ടായാൽ അമ്മ പിന്നെ അതിനെ വെട്ടിക്കളയില്ല. കാരണം അതിനെ അത്രമാത്രം മീന സ്നേഹിച്ചിരുന്നു. അപ്പോൾ മേ ബഹുത് ഉദാസ് തി, പൂ ഉണ്ടാകില്ല ഈ ഗർമിയിലും അതിലൊരൊറ്റ പൂ വരാഞ്ഞപ്പോൾ ഞാൻ ബഹുത് ഉദാസ് തി, വളരെ നിരാശയായി. ഉദാസ് നിരാശ, അല്ലെങ്കിൽ വിഷമം, സങ്കടം, എന്തെങ്കിലും അർത്ഥമാക്കാം. मैंने सोचा माँ इसको जरूर कटवा देंगी. അമ്മ ഞാൻ ചിന്തിച്ചു മാ ഇസ്കോ ജറൂർ കട്വാ ദേങ്കി, അമ്മ ഇതിനെ തീർച്ചയായിട്ടും കട്വാ ദേങ്കി, മുറിക്കാൻ കൊടുക്കും, അതിനെ തീർച്ചയായിട്ടും മുറിക്കും. ഏക് ദിൻ മാനെ മാലിസെ കഹ, അപ്പോൾ ഒരു ദിവസം അമ്മ മാലിസെ കഹ, മാലി തോട്ടക്കാരനോട് പറയുകയാണ്, ഇസ് ഗുൽമോഹർ കോ കാട്ട് ദോ और इसकी जगह पर दूसरा गुलमोहर लगाओ. ഇസ് ഗുൽമോഹർ കോ കാട്ട് ദോ, ഈ ഗുൽമോഹർ മരത്തെ മുറിക്കൂ. ഓർ ഇസ്കി ജഗഹ് പർ, ഇസ്കി അതിൻ്റെ സ്ഥാനത്ത്, ജഗഹ് എന്ന് വെച്ചാൽ സ്ഥാനത്ത് ദൂസര ഗുൽമോഹർ ലഗാവോ, വേറൊരു ഗുൽമോഹർ വെച്ച് പിടിപ്പിക്കൂ. അപ്പോൾ നമുക്ക് അത് വെട്ടിക്കളയാം, പകരം അതിൻ്റെ സ്ഥലത്ത് വെക്കാൻ നമ്മൾ. കൽത്തോ മേര പ്യാര, അടുത്ത പാരഗ്രാഫിലേക്ക് ഞാൻ മുഴുവൻ ദിവസവും, ആ ദിവസം മുഴുവൻ ബഹുത് ഉദാസ് രഹി, വളരെ നിരാശയായി അല്ലെങ്കിൽ എനിക്ക് വളരെ ദുഃഖിതയായി കാണപ്പെട്ടു. കാരണം കൽത്തോ മേര പ്യാര പേഡ് ഹോഗാ ഹി നഹി, നാളെ എൻ്റെ പ്രിയപ്പെട്ട വാഗമരം കാണത്തില്ല, കാരണം അതിനെ വെട്ടിക്കളയാൻ പോവുകയാണ്. दूसरे दिन सुबह माँ मुझे जगाते हुए बोली, मीना उठो, तुम्हें कुछ दिखाऊं, जरा गुलमोहर को देखो. दूसरे दिन सुबह माँ मुझे जगाते हुए बोली, പിറ്റേ ദിവസമായി അല്ലേ, നെക്സ്റ്റ് ഡേ ആയി. മാ മുझे ജഗാത്തെ ഹുയെ ബോലി, അമ്മ എന്നെ ഉണർത്തിക്കൊണ്ട് പറയുകയാണ്, മീന ഉഡോ, മീന എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. തുമേ കുച്ച് ദിഖാവൂ, ജര ഗുൽമോഹർ കോ ദേഖോ, നിന്നെ ഒരു കാര്യം കാണിച്ചു തരട്ടെ, ആ ഗുൽമോഹറിനെ ഒന്ന് നോക്കൂ. ജനാലയിൽ കൂടി കാണാമല്ലോ ഗുൽമോഹറിനെ, അവളുടെ റൂമിൻ്റെ ജനാലയിൽ കൂടി കാണാം. അപ്പോൾ അമ്മ അതാണ് പറയുന്നത്, ജര ഗുൽമോഹർ കോ ദേഖോ, ഒന്ന് ഗുൽമോഹറിനെ ഒന്ന് നോക്കൂ ഈ ജനലിൽ കൂടി. കഹാ ക്യാ, മേ ആങ്കെ മൽത്തെ ഹുയെ ദേഖ്നെ ലഗി. കഹാം, എവിടെ, ക്യാ എന്താണ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്, അപ്പോൾ ഒന്നും മനസ്സിലായില്ല. മേ ആങ്കെ മൽത്തെ ഹുയെ ദേഖ്നെ ലഹി, ഞാൻ കണ്ണ് തിരുമ്മിക്കൊണ്ടെന്നോ കണ്ണ് ചിമ്മിക്കൊണ്ടെന്നോ എന്ന് വേണമെങ്കിൽ പറയാം. ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കണ്ണൊന്ന് തിരുമ്മും അല്ലേ, അങ്ങനെ മൽത്തെ ഹുയെ കണ്ണ് തിരുമ്മിക്കൊണ്ട്, ദേഖ്നെ ലഗി നോക്കി, ധ്യാൻ സെ ദേഖോ ഗുൽമോഹർ കെ പത്തോം കെ ബീച്ച്. അപ്പോൾ അമ്മ പറയുകയാണ്, ധ്യാൻ സെ ദേഖോ, ശ്രദ്ധയോടെ നോക്കൂ, നല്ല ശ്രദ്ധയോടെ നോക്കൂ. ഗുൽമോഹർ കെ പത്തോം കെ ബീച്ച്, ആ ഗുൽമോഹർ മരത്തിൻ്റെ ഇലകളുടെ ഇടയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ മീന എന്ന് അമ്മ പറയുകയാണ്. ഫൂൽ ഗുൽമോഹർ പർ ഫൂൽ ആയേ ഹേ, അപ്പോൾ ആ ഇലകളുടെ ഇടയിലേക്ക്, പത്തയുടെ ഇടയിലേക്ക് നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ഫൂൽ അല്ലേ, പൂവ്. ഗുൽമോഹർ പർ ഫൂലായേ ഹേ, ഗുൽമോഹറിൽ പൂ ഉണ്ടായിരിക്കുന്നു. മേ ഖുഷി സെ നാച്നെ ലഗി, ദേഖോ മാ മേ കഹത്തി ദീനാ കി ഇസ് ഗർമി മേ മേരാ ഗുൽമോഹർ പർ ഫൂലായെങ്കെ മേ ബോലി. അപ്പോൾ എന്താണ് ആ പാരഗ്രാഫിൻ്റെ അർത്ഥം? മേ ഖുഷി സെ നാച്നെ ലഗി, സന്തോഷത്താൽ അങ്ങ് മറന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി. ദേഖോ മാ മേ കഹത്തി ദീന कि इस गर्मी में मेरे गुलमोहर पर फूल आएंगे मैं बोली. നോക്കൂ അമ്മേ, ഞാൻ പറയുകയാണ്, മേ കാത്തി ദി നക്കി ഇസ് ഗർമി മേ മേരെ ഗുൽമോഹർ പർ ഫൂൽ ആയെങ്കി, അമ്മ ഞാൻ പറഞ്ഞില്ലേ
ഈ വേനൽക്കാലത്ത് എൻ്റെ ഗുൽമോഹർ മരത്തിൽ പൂ ഉണ്ടാകും എന്ന് തീർച്ചപ്പെടുത്തി ഞാൻ പറഞ്ഞതല്ലേ അമ്മേ, മേ ബോലി. അപ്പോൾ ആ പാരഗ്രാഫ് ഒന്നുകൂടെ നോക്കിക്കേ. ദേക്കോ ദേക്കോ മാം, അമ്മേ നോക്കൂ അമ്മേ, മേ कहती थी ना कि इस गर्मी में मेरे गुलमोहर पर फूल आएंगे. ഞാൻ പറഞ്ഞിരുന്നില്ലേ, മേ कहती थी ना कि इस गर्मी में मेरे गुलमोहർ पर फूल आएंगे. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ വേനൽക്കാലത്തെ എൻ്റെ വാഗമരത്തിൽ പൂ ഉണ്ടാകുമെന്ന്. पहली बार आए 5 लाल फूल हरे हरे पत्तों में से छांग रहे थे, कितने सुंदर लग रहे थे. मैं भाग कर नीचे बगीचे में गई और गुलमोहर के पेड़ से लिपट गई. पहली बार आए 5 लाल फूल हरे हरे पत्तों में से छांग रहे थे. ആദ്യമായിട്ടുണ്ടായതാണ് അല്ലേ 5 ലാൽ ഫൂൽ അല്ലേ, ചുവന്ന വാഗമരമായിരുന്നല്ലോ ഇത്. ഹരെ ഹരെ പത്തോ മെംസെ, പച്ച കളറുള്ള പത്ത എന്ന് വെച്ചാൽ ഇലകൾക്കിടയിൽ, പച്ച ഇലകൾക്കിടയിൽ. ഹരെ ഹരെ പത്തോ, അത് ആ വാക്കൊക്കെ നല്ല ശ്രദ്ധിച്ചോണം. പരീക്ഷയ്ക്കൊക്കെ വരുന്ന ഫില്ലപ്പൊക്കെ വരുമ്പോൾ അതിനകത്ത് ഈ വാക്കുകളൊക്കെ കാണും. ഹരെ ഹരെ പത്തോ മെംസെ ഛാങ് രഹേദേ അല്ലേ, ഇലകൾക്കിടയിലൂടെ 5-6 ചുവന്ന പൂക്കൾ എത്തി നോക്കുകയായിരുന്നു. കിത്നെ സുന്ദർ ലഗ് രഹേദേ, എത്ര മനോഹരമായി ആണ് ആ കാഴ്ച. മേ ഭാഗ്കർ നീച്ചെ ബഗീചെ മേ ഗയി ഓർ ഗുൽമോഹർ കെ പേട് സെ ലിപ്പട്ട് ഗയി. ഞാൻ ജനാലയിലൂടെയായിരുന്നു ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അതായത് മീന ജനാലയിൽ കൂടിയായിരുന്നു ഈ കാഴ്ച കണ്ടത്. പെട്ടെന്ന് തന്നെ ഭാഗ്കർ ഓടി നീച്ചെ ബഗീചെ മേ ഗയി, താഴെ ബഗീചയിലേക്ക് ചെന്നു. ഓർ ഗുൽമോഹർ കെ പേട് സെ ലിപ്പട്ട് ഗയി, സന്തോഷത്താൽ മതി മറന്നിട്ട് ഗുൽമോഹർ പേടിനെ കെട്ടിപ്പിടിച്ചു. ലിപ്പട്ട് ഗയി, കെട്ടിപ്പിടിക്കുക. കിത്നി അച്ചി ബാത് ഹുയി ഇസ് ബേച്ചാരെ പർ ഫൂൽ ആയേ, നിർമ്മൽ ബോലി. അപ്പോൾ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിർമ്മലും മറ്റ് സഹേലിയാമും. അപ്പോൾ നിർമ്മൽ ഈ കഥയുടെ ഇത്രയും ഭാഗം കേട്ടപ്പോൾ പറയുവാണ്, കിത്നി അച്ചി ബാത് ഹുയി, എത്ര നല്ല കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇസ് ബേച്ചാരെ പർ ഫൂൽ ആകെ, ഈ പാവത്തിന് ഈ പാവം വാഗമരത്തിൽ പൂവുണ്ടായത് എത്ര നല്ല കാര്യമാണ്. നിർമ്മൽ ബോലി, നിർമ്മൽ പറഞ്ഞു. അടുത്ത പാരഗ്രാഫിലേക്ക് നോക്കൂ. മീന ബോലി ഫിർ മാഫി ബഗീചെ മേ ആ ഗയി. അപ്പോൾ കഥയുടെ ബാക്കി തുടരുകയാണ്. അതെ മീന ബോലി, മീന പറഞ്ഞു. ഫിർ മാഫി, അന്നത്തെ സംഭവം പറയാണ്. അതിനുശേഷം അമ്മയും ബഗീചെ മേ ആ ഗയി, ബഗീചയിലേക്ക് പൂന്തോപ്പിലേക്ക് അമ്മയും എത്തി. മേ മാസെ കഹ, ഞാൻ അമ്മയുടെ അടുത്ത് മേനെ മാസെ കഹ, ഞാൻ വീണ്ടും അമ്മയോട് പറയുകയാണ്. മേ അപ്നെ ഗുൽമോഹർ കി 5വീം വർഷഗാണ്ട് മനാവുങ്കി. അമ്മേ, ഞാൻ എൻ്റെ ഈ ഗുൽമോഹർ വൃക്ഷത്തിൻ്റെ 5ാമത്തെ പിറന്നാൾ ആഘോഷിക്കും. മേ അപ്നെ സഹേലിയോങ്കോ ദാവത് ദൂങ്കി. അപ്പോൾ 5ാമത്തെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ മേ അപ്നി സഹേലിയോങ്കോ, എൻ്റെ കൂട്ടുകാരികൾക്ക് ദാവത് ദൂങ്കി, ബർത്ത്ഡേ പ്രമാണിച്ച് ദാവത് വിരുന്ന് നൽകട്ടെ. മാനെ ഖുഷ് ഹോക്കർ കഹ, ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വിരുന്ന് നൽകുമെന്ന് പറഞ്ഞപ്പോൾ മാനെ ഖുഷ് ഹോക്കർ കഹ ജറൂർ യഹി ഗുൽമോഹർ കി ഛായ മേ ദാവത് കരോ. തീർച്ചയായിട്ടും ഈ ഗുൽമോഹർ മരത്തിൻ്റെ ഛായ തണലിൽ തന്നെ കൊടുക്കൂ, ദാവത്ത് കൊടുക്കൂ, വിരുന്ന് കൊടുക്കൂ. നമ്മൾക്ക് ഗുൽമോഹർ മരത്തിൻ്റെ വർഷകാണ്ട് ആഘോഷിക്കുമ്പോൾ ഈ മരത്തിൻ്റെ അടിയിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം വിരുന്ന് കൊടുക്കൂ. അപ്നി സബ് സഹേലിയോങ്കോ ബുലാവോ, നിൻ്റെ മുഴുവൻ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊള്ളൂ, മുഴുവൻ കൂട്ടുകാരികളെയും വിളിച്ചുകൊള്ളൂ, അമ്മ പറയുകയാണ്. അപ്പോൾ ആ പാരഗ്രാഫ് ഒരിക്കൽ കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് വായിക്കാം. മീന ബോലി ഫിർ മാഫി ബഗീചെ മേ ആ ഗയി. मैंने माँ से कहा, माँ मैं अपने गुलमोहर की 5वीं वर्षगांठ मनाऊंगी. मैं अपनी सहेलियों को दावत दूंगी. माँ ने खुश होकर कहा, ज़रूर, यही गुलमोहर की छाया में दावत करो. अपनी सब सहेलियों को बुलाओ. അടുത്ത പാരഗ്രാഫ്. मीना जब कहानी सुना चुकी तो उसने गुलमोहर की तरफ देखा. उसको ऐसा लगा जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्कुरा रहा था. അപ്പോൾ എന്താ മനസ്സിലായത്? മീന ജബ് കഹാനി സുനാ ചുക്കി തോ, മീന അവളുടെ കഥ പറഞ്ഞു തീർന്നപ്പോൾ ഉസ്നെ ഗുൽമോഹർ കി തരഫ് ദേക്ക, അവൾ ഗുൽമോഹർ മരത്തെ ഒന്ന് നോക്കി,
കൂട്ടുകാരികളോട് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുൽമോഹർ മരത്തെ ഒന്ന് നോക്കി. ഉസ്കോ ഏസാ ലഗാ, അവൾക്ക് എങ്ങനെ തോന്നി? ജैसे ഗുൽമോഹർ ഫി അപ്നി കഹാനി സുൻതാ സുൻതാ മുസ്കുരാ രഹാ താ. അവൾക്ക് തോന്നി എന്താണ്? ഗുൽമോഹറും അതിൻ്റെ കഥ കേട്ട് പുഞ്ചിരിക്കുകയാണെന്ന് മീനയ്ക്ക് തോന്നി. मीना जब कहानी सुना चुकी तो उसने गुलमोहर की तरफ देखा. उसको ऐसा लगा जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्कुरा रहा था. പുഞ്ചിരിക്കുകയാണെന്ന് തോന്നി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും അമർത്തുക. എങ്കിൽ മാത്രമേ പുതിയ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ നന്ദി.